ഉൽപ്പത്തി 1:28. Genesis 1:26. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. ഒരു പച്ചയായ യാഥാർത്ഥ്യം ദൈവസഭ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഒരു യാഥാർത്ഥ്യം ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Let me tell you a truth for those who believe in the Bible. അത് മറ്റൊന്നുമല്ല, There's nothing else but സഭയ്ക്കെതിരായി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ കഴിയുന്ന ഒരു ആത്മശക്തി പ്രാപിച്ചവരാണ് ദൈവജനം. the children of God have a power to overcome every challenge that comes against the church. അതുകൊണ്ട് തന്നെ സഭയെ ഒരു ഹയർ ഇൻക്രീസിലേക്ക് ഈ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുവാനായിട്ട് പോകുകയാണ്. And so the Holy Spirit is going to increase the church into a higher level. ഒരു ഹയർ ഇൻക്രീസിലേക്ക്. A higher increase. അതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവവചനത്തെ അനുസരിച്ച് ദൈവിക വാഗ്ദത്തത്തിന് അനുസരണമായി നാം കാലുകൾ വയ്ക്കുമ്പോൾ ദൈവം തന്റെ സഭയെ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങും. When we step forward as per the will of God, the Lord will use the church. ഈ വചനം നമുക്ക് കാണാതെ അറിയുന്ന കാര്യമാണ്. We know this verse by heart. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു വലിയ വർധനവിലേക്ക് കർത്താവ് നമ്മെ നയിക്കുകയാണ്. We see an increase that's happening വാഴുവാൻ തക്കവണ്ണം, so that you can go and reign. ഇതൊരു കാലഘട്ടം ഉണ്ടായത് ഒരു 20-25 വർഷം മുമ്പ്. ജാനകി മിനിസ്ട്രിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഡ്രമ്മോ അല്ലെങ്കിൽ ഗിറ്റാറൊക്കെ വായിച്ച് വർഷിപ്പ് ടീമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയം ദേവദാസന്മാർ എവിടെ പോയാലും ഇതേ പ്രസംഗിക്കാനുള്ളൂ, നിങ്ങൾ വാഴണം. You know, there's a time 25 years back when we were part of a band. We were traveling around the nation. We used to preach on this portion. Thank you, sorry. അന്ന് ഞാൻ വിചാരിച്ചു ഇത് പാസ്റ്റേഴ്സിന് ചുമ്മാ കടന്ന് ബഹളം വെക്കാനുള്ള ഒരു മെസ്സേജ് ആണ്. Those days I thought this is just a topic for them to just preach. Hallelujah. Amen. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി നാം എപ്രകാരമാണ് ദൈവിക അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ ദൈവിക വാഴ്ചയിലേക്ക് സഭ കാലെടുത്ത് വയ്ക്കുന്നത് എപ്രകാരമാണ് കാണുവാനായിട്ട് ഇടയായി. But I've been able to see how the Holy Spirit can use us as children of God to move forward and be dominion in the world. നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. There are hundreds of testimonies I can say. ആ സാക്ഷ്യങ്ങളൊക്കെ കടക്കുകയാണെങ്കിൽ ദേവദാസൻ തന്ന സമയം നഷ്ടമാകുന്നുണ്ട്. ഞാൻ വേഗത്തിൽ പോകട്ടെ. So let me skip all that. ഇവിടെ നമ്മൾ കണ്ടത് നിങ്ങൾ സകല ഭൂചര ജന്തുവിന്മേലും വാഴണം. Says that we need to have dominion over this every sea creature and land creature. അപ്പോൾ നാം വചനത്തിലേക്ക് അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് സഭയായി as a church ദൈവം ഒരു ഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന ഒരു കമ്മീഷനിങ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. We see a സാധിക്കും. commissioning that the Lord gives to a group of people. കൊലോസ്യലേഖനം ഒന്ന് വായിച്ചാൽ കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Book of Colossians chapter 1 verse 10. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. Colossians 1 verse 10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ദൈവസഭ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു വർദ്ധിച്ചു വരണമെന്നുള്ളത്. This is a prayer of Paul that the church shall be strengthened with all might according to his glorious power. ഈ ദിവസങ്ങളിൽ ദൈവസഭ മറന്നു കളഞ്ഞ ഒരു കാര്യമാണ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. Many churches have forgotten the fact that we need to do something for the Lord. Amen. Hallelujah. Amen. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ആയി തീരുക എന്നുള്ളത് ഇന്ന് സഭ മറന്നിരിക്കുന്ന ഒരു വല്ലാത്ത കാര്യമാണ്. It's something shocking that church many times forget the fact that we should do something for the Lord. ഇതൊരു കമ്മീഷനിങ് ആണെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. The Holy Spirit reminds us of commissioning. എന്താണ് കമ്മീഷൻ? കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ 3-ൽ കൂടുതൽ ആൾക്കാരെ ഒരു കമ്മിറ്റിക്ക് വേണ്ടി അവരെ നിയോഗിച്ച് ഒരു കമ്മിറ്റിയുടെ അതിനുവേണ്ടി റിസർച്ച് ചെയ്ത് പഠിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയമിക്കുകയാണ്. We see that the government can form a commission means to form a committee of many people who will go ahead and research and understand a challenge or a problem and come back with it. സ്വർഗീയ ഗവൺമെന്റ് തന്റെ സഭയെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു ആത്മാവിന്റെ ഹല്ലേലൂയ കൊയ്ത്തിന്റെ പ്രവൃത്തിയെ കംപ്ലീറ്റ് ചെയ്ത് നാം മടങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ 2-ാം വരവിൽ ആ ഫലത്തെ ഹല്ലേലൂയ ആ റിസൾട്ടിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു കമ്മീഷൻ പ്രാപിച്ചുകൊണ്ടാണ് ദൈവസഭ മസ്കറ്റിലായിരിക്കുന്നത്. The church of
of God is here with the responsibility that before we travel back to heaven, we need to be able to complete certain plans and goals that the Lord has given us. എന്നാൽ ദൈവസഭയിൽ എന്താണ് വന്നിരിക്കുന്ന പ്രയാസം എന്നറിയാമോ? ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ചർച്ചിൽ ഒരു ആരാധനയ്ക്ക് സംബന്ധിക്കുവാൻ പോലും വലിയ പ്രയാസമാണ്. Many times you see people find it struggle to even attend meetings. ദൈവസഭ തങ്ങളുടെ ആ കോളിങ്ങിനെ ഹല്ലേലൂയ എംബ്രേസിംഗ് ദ ഗോഡ്സ് കോൾ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളിയെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അതിനെ മനഃപൂർവ്വമായി മറന്നുകൊണ്ട് ലോകത്തിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. It's a time where the church is running behind the world and forgetting the fact that they've been called to embrace the call of God. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് മസ്കറ്റ് സഭയെ നോക്കി പറയുകയാണ്, ദൈവിക വിളിയിലേക്ക് നാം മടങ്ങി വന്നേ മതിയാകൂ. The Church of Muscat, the word of God says, let's come back to the call of God. നാം എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു സൈന്യമായി ദൈവത്തിന്റെ ആത്മാവ് നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീരും. രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം ആ കമ്മീഷനെ കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മശക്തിയാ ദൈവവചനത്തിന്റെ ശക്തിയാ നമ്മിൽ കൂടി അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. We serve a God that if we join together and work together, the Lord can do great things through us.